ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കിരൺ ദീപയുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതാണ്. അപ്പോൾ തന്നെ ദീപ കതക് തുറന്ന് നോക്കുകയാണ്. കല്യാണി വിളിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മേ? ഇല്ല മോനെ, എന്തേ? അമ്മയ്ക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ ഗുഡ് ന്യൂസ് എന്താണെന്ന് ഞാൻ തന്നെ അമ്മയോട് നേരിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അമ്മയുടെ മൂത്ത മോള് പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ. കല്യാണിയുടെ അച്ഛനുൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലുണ്ട്. ആ നേരത്താ പ്രസവം നടന്നിരിക്കുന്നത്. ഇവ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അയാൾ അറിഞ്ഞോ? ആ, ഞാൻ പറയാ, ഞാനിങ്ങോട്ട് വരുന്നത് വരെ അറിഞ്ഞിട്ടില്ല. പിന്നെ അറിഞ്ഞോ എന്നറിയില്ല. ഇപ്പോൾ പറയാ, അറിഞ്ഞു കഴിയുമ്പോൾ സന്തോഷമായിരിക്കും. എന്താ, ജനിച്ചത് ആൺകുഞ്ഞല്ലേ. ഇപ്പോൾ സന്തോഷം ഉണ്ടായാലും സന്താപം ഉണ്ടായാലും അയാളും ആ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എല്ലാം കഴിഞ്ഞു. ഞാനുമായി അടുപ്പമുള്ള 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അവിടെയൊക്കെ അയാളുടെ അമ്മ കയറി ഇറങ്ങുക പൈസയ്ക്ക് വേണ്ടി. പിന്നെ നമ്മൾ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ചിലരുണ്ടല്ലോ, അവരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോളിപ്പം നല്ല സ്ഥിതിയിലാണല്ലോ ദീപേ, പിന്നെന്താ മോൾക്ക് സഹായിച്ചാലെന്ന്. അത്തരക്കാരുടെ സംസാരമൊന്നും അമ്മ കണക്കിലെടുക്കണ്ട. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അയാളുടെയും അയാളുടെ മോൻ്റെയും മുമ്പിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സോണിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം. എന്നാൽ സ്നേഹിച്ചവരൊക്കെ കരയിപ്പിച്ചല്ലാതെ വേദനിപ്പിച്ചതല്ലാതെ അവരെ ചേർത്ത് നിർത്താൻ അച്ഛനും അമ്മമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ശിക്ഷയാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ ദൈവം ശിക്ഷിക്കും. എല്ലാവരും ലേബർ റൂമിൻ്റെ പുറത്ത് തന്നെ നല്ല സന്തോഷത്തിലാണുള്ളത്. അപ്പോഴാണ് സിസ്റ്റർ സന്തോഷത്തോടെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചിട്ട് കല്യാണി പറയാണ്, ഹായ്, അച്ഛൻ്റെ മോൻ തന്നെ. അച്ഛനും കുഞ്ഞിനെ വാങ്ങിച്ചെടുക്കുകയാണ്. പിന്നെ പ്രകാശനെ ഡിസ്ചാർജ് ചെയ്ത് പ്രകാശനും അമ്മമ്മയും പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുകയാണ് കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അമ്മമ്മ പറയാണ്, എടാ കാദംബരിയുടെ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നടാ, ഇങ്ങ് വന്നേ, നമുക്ക് പോകാം. എടാ എന്തിനാടാ, ഒന്ന് കണ്ടിട്ട് പോകാടാ. കുട്ടിയാടാ, നോക്കട്ടെ. എടാ ആൺകുഞ്ഞാടാ പ്രകാശൻ കൈ കൊടുത്തിട്ട് പറയാണ്, കൺഗ്രാജുലേഷൻസ്. കൈ കൊടുത്തില്ല. അപ്പോൾ പറയാണ്, കുഴപ്പമില്ലടാ, നീ കൈ തന്നില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. കാര്യം ഞാൻ പറയാം, നീ ഐശ്വര്യമുള്ളവനാ. അതുപോലെ തന്നെ കാദംബരി മോളും ഐശ്വര്യമുള്ള മോളാ. ആൺകുഞ്ഞിനെ ജന്മം നൽകാൻ കഴിഞ്ഞില്ല അവൾക്ക്. അപ്പോൾ രതീഷ് പറയാണ്, കല്യാണിയുടെ കുഞ്ഞും ആൺകുഞ്ഞാ. കേട്ടപ്പോൾ പ്രകാശന് വെറുപ്പായി. അപ്പോൾ തന്നെ സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതുപോലുള്ള സംസാരം നിർത്തിക്കൊള്ളണം കേട്ടോ. ആണൊരുത്തനുണ്ടായിരുന്നത് സ്വന്തം കുടുംബത്തിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അസ്ഥിവാരം തോണ്ടിയില്ലേ? ും ആൺസ്നേഹം തീർന്നിട്ടില്ല അല്ലേ? കേട്ട് അമ്മമ്മ പറയാ, എന്ത് ചെയ്യാനാ, എവൻ്റെ സ്വഭാവം മാറത്തില്ല. നിങ്ങളുടെയോ? അപ്പോൾ കല്യാണി, അതൊരിക്കലും മാറത്തില്ല. ആ സ്വഭാവത്തിൽ നിന്നാണ് ആണല്ലോ മോനും കൊച്ചുമോനും ഒക്കെ വേണ്ടാത്ത സ്വഭാവങ്ങൾ കിട്ടിയത്. നമുക്ക് പോകാം, ഇവളുമായിട്ടൊക്കെ തർക്കിക്കാൻ നിൽക്കണ്ട. അതിനുള്ള സമയമില്ല, ആരോഗ്യമില്ല. അപ്പോൾ അമ്മമ്മ ചോദിക്കുകയാണ്, എങ്ങോട്ട്? ഇപ്പം ആരോഗ്യമില്ല, എന്നാൽ ആരോഗ്യമുള്ള സമയത്തോ ചെറിയ പെൺകുട്ടികളെ വെറുത്തു നടന്നു. ഇപ്പോൾ പെണ്ണുമില്ല ആണുമില്ല. പിന്നെ അമ്മമ്മ പറയാണ്, മോനെ രതീഷേ, സുഖപ്രസവമായിരിക്കുമ്പോൾ നിനക്ക് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ ആൾ വേണ്ടേടാ. ആളില്ലെങ്കിൽ ആളിനെ ഞങ്ങൾ വിളിച്ചോളാം. എടാ, എനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നല്ല പരിചയമാണ്. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ആളിനെ വിളിച്ച് കാശ് കളയണ്ടല്ലോ. നിനക്കും കാദംബരി മോൾക്കും കുഞ്ഞിനെ നോക്കാൻ ആളില്ലെന്നുള്ള വിഷമവും വേണ്ട. അപ്പോൾ കല്യാണി പറയാണ്, കുഞ്ഞിനെ നോക്കാനുള്ള ആളിനെയൊക്കെ ഞാൻ വിളിച്ചു കൊടുത്തോളാം, അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഈശു പറയാ, ദേ എൻ്റെ വീടിൻ്റെ 7,000 പോലും അമ്മയും മോനും വന്നു പോകരുത്. ഈ നാട്ടിൽ പ്രസവം കഴിഞ്ഞ വേറെയും പെൺകുട്ടികൾ കാണും, അവരടുത്ത് വേണമെന്ന് ചോദിക്കുക പോയിട്ട്. ഇനി അമ്മ എവിടെയെങ്കിലും കൂലിപ്പണിക്ക് പോയാലല്ലേ മോന് മരുന്ന് വാങ്ങാൻ ഉള്ള പൈസ ഉണ്ടാക്കാൻ പറ്റൂ. എടാ, നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ കൊച്ചാക്കാൻ നിൽക്കണ്ട. ഇപ്പം എനിക്ക് ആരോഗ്യമില്ല, ശരി തന്നെ, പക്ഷേ മരുന്നൊക്കെ കഴിച്ച് ആരോഗ്യം തിരിച്ചു വരുമ്പോഴേ കളയാൻ പിടിക്കാനുള്ള ശക്തി ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എല്ലാത്തിനെയും പോറ്റിയത്. എന്നാൽ പിന്നെ ചെല്ല്. നീയും നിൻ്റെ ഭാര്യയും എവളും നിൻ്റെ കുഞ്ഞും മുടിഞ്ഞു പോകണേ എന്ന് വിളിച്ച് പ്രകാശനെയും കൂട്ടി പോവാണ്. അപ്പോൾ നമ്മളൊക്കെ മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പ്രാഗിയിട്ട് പോയിരിക്കുക. അതിനനുസരിച്ച് ആരാ രതീഷേട്ടാ മുടിഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പോയിട്ട് കയറി കിടക്കാനേ ഒരു മുറി പോലും ഇല്ല. പുറത്തിറങ്ങിയിട്ട് അമ്മൂമ്മ ചോദിക്കുകയാണ്, ഇനി എങ്ങോട്ട് പോകൂടാ?
അപ്പോൾ പ്രകാശൻ, വിക്രത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവനെ വിളിച്ചിട്ട് എന്താ കാര്യം? അവനേതെങ്കിലും കടത്തിണ്ണയിൽ കിടക്കുമായിരിക്കും. രാജകുമാരനാകാൻ പഠിപ്പിച്ചതാ, ഇപ്പം രാജകുമാരൻ പോയിട്ടൊരു ചെറ്റക്കുഴൽ പോലും ഇല്ലാതായി. എടാ പ്രകാശ, ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ നല്ലത് എന്ന് ചിന്തിക്കേണ്ട സമയമായടാ പ്രകാശ. കാലം മാറിക്കൊണ്ടിരിക്കുക. കാലം മാറിക്കോട്ടമ്മേ. എൻ്റെ മനസ്സിന് ഒരു മാറ്റവും ഇല്ല. എടാ, മാറ്റമില്ലാത്ത മനസ്സുമായിട്ട് മാനത്തോട്ട് നോക്കിക്കിടക്കാം. എടുത്ത് പ്രാഗി തുടങ്ങല്ല. ഞാൻ വിക്രത്തിന് ഫോൺ ചെയ്യട്ടെ. അവനെന്തെങ്കിലും ചെയ്യും. അവനെ വിളിക്കട്ടെ. കിട്ടുന്നില്ല അല്ലയോ? അവനെടുക്കത്തില്ല. എടാ, അവനറിയാം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തലചായ്ക്കാൻ ഒരിടം ഉണ്ടാക്കിത്തരേണ്ടത് അവൻ്റെ കടമയാണെന്ന്. അതാണെങ്കിൽ അവന് പറ്റത്തുമില്ല. അപ്പോഴാണ് കിരൺ വണ്ടിയിൽ വന്ന് ഇറങ്ങിയത്. ആ ദേ, അവൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, എന്നാണോ എന്തോ എന്നെപ്പോലത്തെ ഈ അവസ്ഥ വരാൻ പോകുന്നത്. ഈ ജന്മത്തിൽ എന്തായാലും അത് കാണാനുള്ള യോഗം നമ്മൾക്കുണ്ടാവത്തില്ല. ആഹാ, ഡിസ്ചാർജ് ആയോ? ആയി. എന്നിട്ട് അമ്മയും മോനും കൂടെ എങ്ങോട്ടാ പോകുന്നേ? അത് നിന്നോട് പറയേണ്ട കാര്യമില്ല പ്രകാശൻ. പുറത്തേ നല്ല ചൂടാ, ചുട്ട് പൊള്ളുന്ന ചൂട്. അതിനേക്കാൾ ചൂടാടാ ഞങ്ങളുടെ മനസ്സിന്. എന്നാലേ തണുപ്പുള്ളൊരു സ്ഥലമുണ്ട്, അമ്പലത്തിൻ്റെ ആൽത്തറ. അവിടെ പോയിരിക്കെ അമ്മയും മോനും കൂടെ. ഏതായാലും ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ മുമ്പിൽ പോയി കൈനീട്ടിയതാണല്ലോ. ഇനി അങ്ങനെ കൈനീട്ടാനേ ഇയാളെ കൂടി പഠിപ്പിക്ക്. എന്താടാ ചെറുക്ക, എൻ്റെ ഈ അവസ്ഥയിലും ഞാൻ നിന്നെപ്പോലുള്ള ഒരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ഒരുക്കമല്ല. ഒരിക്കലും തല താഴ്ത്തരുത്. പക്ഷേ സമയാസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആരായാലും വാടി വീഴും, തല താഴ്ന്നു പോവുകയും ചെയ്യും. ഇത് ദൈവം നിങ്ങൾക്ക് കരുതി വച്ചിരുന്ന ശിക്ഷയാണ്. കല്യാണിയെ കണ്ണീരുടിപ്പിച്ചതിന് അവളല്ല, ദൈവമാണ് നിങ്ങളോട് പകരം വീട്ടിയത്. അല്ല, നിങ്ങളുടെ പേരക്കുട്ടിയെ കണ്ടായിരുന്നോ? നിങ്ങൾ കണ്ടിട്ടാ വരുന്നത്. ആൺകുഞ്ഞാ. പിന്നെ പ്രകാശനോട് ഒച്ചയെടുത്ത് പറയാണ് കിരൺ. അറിഞ്ഞോ, പെൺകുട്ടികൾക്ക് രണ്ടും ജനിച്ചത് ആൺകുഞ്ഞുങ്ങളാ. പക്ഷേ ഞങ്ങളാരും ആൺകുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുകയില്ല. ഞങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ ആണൊരുത്തൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ അവൻ? പ്രകാശൻ അമ്മയോട് പറയാം. എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വരുന്നില്ലേ? അപ്പോൾ അമ്മമ്മ, വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങോട്ട് വരാനാ? എങ്ങോട്ടെങ്കിലും പോകാം അമ്മേ. ഇവിടുന്ന് പടിഞ്ഞാറോട്ട് നടന്നാൽ കടലാ. ഒന്ന് മനസ്സ് വെച്ചാൽ ഉപ്പുവെള്ളം കുടിച്ച് മരിക്കാം. ഞാനിങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുത്തുവർത്താനങ്ങളൊന്നും പറയല്ലേ അമ്മേ. എന്തൊരു വെയിലാ. ആ കിരൺ പറഞ്ഞത് ശരിയാ, എന്തൊരു വെയിലാ. സൂര്യന് പോലും മനസാക്ഷിയില്ലാതായിപ്പോയല്ലോ. ലോകാവസാനമായി കാണും. ആയിക്കോട്ടെ, അതുവരെ ജീവിക്കണ്ടേടാ. ആ വാ അമ്മേ, വാ. എൻ്റെ ദൈവമേ, എന്തൊരു വിധിയായത്. താരേൻ്റെയോട് കല്യാണി പറയാണ്, ഇനിയിപ്പോൾ വാശിയൊന്നും പിടിക്കണ്ട. കുറച്ച് നാളത്തേക്ക് ഞങ്ങൾക്കൊപ്പം താമസിച്ചാൽ മതി. അവിടെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോളെയും കൊച്ചുമോളെയും ഒക്കെ കാണാമല്ലോ. എന്ന് വെച്ച് അവരുടെ അടുത്തേക്കൊന്നും പോകണ്ട കേട്ടോ. ദൂരെ നിന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ മതി. അപ്പോഴാണ് കിരൺ വന്നത്. ആ കിരണേട്ടാ, ഡിസ്ചാർജാ? നേരെ വീട്ടിലേക്കല്ലേ പോകുന്നേ? അല്ലാതെ പിന്നെ? ഇനി ആൻറ്റിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൻറ്റിയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻറ്റി ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് പല കാര്യങ്ങളെക്കുറിച്ചും ആൻറ്റി ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊപ്പമാകുമ്പോൾ അവിടെ ഒരുപാട് അംഗങ്ങൾ ഉണ്ട്. അപ്പോൾ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാനുള്ള സമയം കിട്ടില്ല. പക്ഷേ ആൻറ്റിക്കൊപ്പം എപ്പോഴും ഒരാൾ വേണം. കല്യാണി പറയാം. തൊട്ടടുത്ത് അവളുടെ വീടായതുകൊണ്ട് എപ്പോഴാണ് അവൾ കൊല്ലാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആൻറ്റി അപ്പോൾ ആക്ഷനായിട്ട് പറയാണ്, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന്. അപ്പോൾ കല്യാണി, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് ആൻറ്റിക്ക് പറയാം. പക്ഷേ ഞങ്ങൾക്കങ്ങനെ കരുതാൻ പറ്റില്ല. പോവാം ആൻറ്റി ഒന്നും ആലോചിക്കണ്ട, വാ. ആൻറ്റിയെ ദീപയുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ കാറിൻ്റെ ഹോണടി കേട്ടപ്പോൾ തന്നെ ദീപ വന്ന് വാതിൽ തുറക്കുകയാണ്. വാ എന്ന് പറഞ്ഞ് താരാൻറ്റിയെ കിരൺ വണ്ടിക്കകത്ത് നിന്ന് പുറത്തിറക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സരയു വീട്ടിനകത്ത് നിന്ന് ജനലിൽ കൂടി കാണുന്നുണ്ട്. ജനാല തുറന്ന് സരയു ക്ലിയറായിട്ട് കാണുകയാണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റി ഡിസ്ചാർജായി ആൻറ്റിയെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. കിരൺ പറയാം. വേണ്ടാന്ന് ആൻറ്റി പറഞ്ഞതാ, പക്ഷേ ഇനി ആൻറ്റിയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. കല്യാണിയുടെ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. താര വാ. അതൊക്കെ കണ്ട് കാഴ്ച കാണുന്നത് പോലെ സരയു നോക്കുകയാണ് ജനലിനുള്ളിൽ കൂടി. പെട്ടെന്നാണ് താര തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ കാണുന്നുണ്ട് സരയു നോക്കുന്നത്.
അപ്പോൾ കിരൺ പറയാണ്, ദേ അവൾ നോക്കുന്നുണ്ട്. അവർ കണ്ട് എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സരയു കഥ കടച്ചു. അമ്മേ, ആൻറ്റിയെ ഇവിടെ കൊണ്ടുവന്നത് ചിലപ്പോൾ അവളോടുള്ള പ്രതികാരം തീർക്കാനാണെന്ന് അവൾ വിചാരിക്കും. അതുകൊണ്ട് ഇനിയും അവൾ ഇരച്ചു കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആൻറ്റിയുടെ അടുത്ത് എപ്പോഴും ആൾ വേണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെയും കണ്ട് പെട്ടെന്ന് വരാം മോനെ. കല്യാണി ഇവിടെയുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ കൂട്ടിരിക്കണം എന്ന് ആവശ്യമില്ല. അമ്മ അവിടെ വേണ്ടതല്ലേ. ബൈജുവും പാറും എവിടെ? ബൈജുവിൻ്റെ കാലിന് ചെറിയൊരു വേദന തോന്നി. തടവിക്കണം എന്ന് പറഞ്ഞ് വൈദ്യരുടെ അടുത്തേക്ക് പോയിരിക്കുക. അവന് ഇൻഫെക്ഷൻ ആവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞതാ. എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും കൂടുതൽ ആവുകയാണെങ്കിൽ അവനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം. ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൻ ഒന്നും പറയില്ല. ഞാൻ താരയെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഒറ്റയ്ക്ക് പോയിക്കോളാം മോനെ. എന്നെ കൊണ്ടുപോയി വിടുവൊന്നും വേണ്ട. ബൈജുവും പാറും വരുന്നത് വരെ ഇവള് താരയ്ക്ക് കൂട്ടുവേണമല്ലോ. താര പറയുക എനിക്ക് ആരെയും കൂട്ടുവേണ്ടെന്ന്. അപ്പോൾ ദീപ പറയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആശുപത്രിയിൽ വരെ വന്നതല്ലേ കൊല്ലാൻ, സ്വന്തം അമ്മയെ കൊല്ലാൻ. അപ്പൻ കിരൺ പറയാണ്, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചതിന് ശേഷം അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ ആൻറ്റിക്ക് പോകാം. അല്ലെങ്കിൽ ആൻറ്റിക്ക് അച്ഛൻ്റെ വീട്ടിൽ താമസിക്കാം. ഏതായാലും ഇനി ഒറ്റയ്ക്ക് ആൻറ്റിയുടെ വീട്ടിൽ കഴിയണ്ട, വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റുകയാണ്. സരയുവിൻ്റെ മനസ്സനുവദിക്കുന്നില്ല. വീണ്ടും ജനലിൻ്റെ കഥക്ക് തുറന്ന് നോക്കുകയാണ്. കിരൺ അപ്പുറത്തുനിന്ന് എല്ലാം കാണുന്നുണ്ട്. കിരൺ പറയാണ്, പോടി. അപ്പോൾ അവൾ കിരണിൻ്റെ അടുത്ത് പറയാണ്, നീ പോടാ, അവളെയും കൊണ്ട് വന്നിരിക്കുക എന്നെ നാണം കെടുത്താൻ. എൻ്റെ അച്ഛൻ്റെ രഹസ്യക്കാരിയാണ് അവൾ. ആരുടെ രഹസ്യക്കാരിയാണെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. അവിടെ തന്നെ നോക്ക്, നിൻ്റെ അച്ഛൻ ബകാസുരനെ. പോടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജനൽ പിന്നെ അടക്കുകയാണ്. രതീഷ് കല്യാണിയോട് പറയാണ്, ഈ ആണിലും പെണ്ണിലും എല്ലാം വ്യത്യസ്തക്കാരുണ്ടാവും കല്യാണി. ഓരോരോ അവസരം വരുമ്പോൾ മനുഷ്യൻ മാറുന്നു. ഞാനും വലിയ കുഴപ്പക്കാരനായിരുന്നല്ലോ, അതുപോലെ ബൈജുവിനും ഉണ്ടായിരുന്നല്ലോ ഓരോരോ പ്രശ്നങ്ങൾ. അവിടേക്ക് ദീപ വരികയാണ്. അപ്പോൾ രതീഷ് പറയാണ്, ആ അമ്മ എത്തിയല്ലോ. എത്തിയപ്പോൾ തന്നെ ചോദിക്കുകയാണ്, രതീഷിൻ്റെ പേടിയൊക്കെ മാറിയോ? മാറിയമ്മേ, സുഖപ്രസവമായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും സുഖം തന്നെ. കുഞ്ഞിനെ കാണാൻ പാടില്ലാത്തവർ 2 ആൾ കുഞ്ഞിനെ കണ്ടായിരുന്നു. ആരാ? വിക്രത്തിൻ്റെ അച്ഛനും അവൻ്റെ അമ്മൂമ്മയും. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന് പറയാൻ പോലും ഇപ്പോൾ കല്യാണിക്ക് മടിയാ അല്ലേ രതീഷ് ചോദിക്കുക. ഇപ്പം നോക്കിയാലും വിക്രത്തിൻ്റെ അച്ഛൻ, വിക്രത്തിൻ്റെ അമ്മൂമ്മ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയേ പറയൂ. എൻ്റെ അമ്മയെ ജീവനോടെ കത്തിച്ചവനാ ആ വിക്രം. അമ്മ മരിച്ചുപോയി എന്ന് സങ്കല്പിച്ച് ജീവിക്കുന്നവനാ അവൻ. അങ്ങനെ ഒരുത്തൻ എനിക്ക് ആങ്ങളെയല്ല. അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും അമ്മൂമ്മയും ആയിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല. ഇപ്പോഴും ഇവിടെയുണ്ടോ? ഇല്ല, അങ്ങനെ ഡിസ്ചാർജായി. അവനെയും കൊണ്ട് അമ്മ പോയിട്ടുണ്ട്. ഇങ്ങോട്ടാ പോയത്? അവനിപ്പോൾ താമസിക്കാനൊരു വീടുണ്ടോ? വീടൊന്നുമില്ല. ഇനിയിപ്പോൾ ആ വിക്രം ആരെയെങ്കിലും പറ്റിച്ച് വീടുണ്ടാക്കിയോ എന്നറിയില്ല. രതീഷ് പറയാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ല. ആ രതീഷേട്ടാ, കാദംബരിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ തൊട്ട് ഇവിടെ നിൽക്കുകയല്ലേ, വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ. അതുപോലെ കാദംബരി ചേച്ചിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അത് ഞാനങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്നാൽ ഞാനങ്ങ് വീട്ടിലോട്ട് പോയച്ചും വരാം. അപ്പോൾ ദീപ പറയാണ്, സാവധാനം വന്നാൽ മതി. എല്ലാവർക്കും നല്ല ജീവിതം കിട്ടി മോളെ. ഇപ്പോൾ രതീഷിനും കാദംബരിയോട് വലിയ ഇഷ്ടമാണ്. ഒന്നുമല്ലാതായിപ്പോയത് അവനാ. അവൻ്റെ കാര്യം പറയണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട്. എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ കയറി വരുന്നുണ്ട് അല്ലേ? എൻ്റെ ആവശ്യമില്ല അമ്മേ. അവനെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയാൽ നമ്മളെ സ്നേഹിക്കുന്നവരെ അവൻ കൊല്ലും. ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും അമ്മയ്ക്ക് മനസ്സിലായതല്ലേ. അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ. അവനെന്തായാലും ജീവിക്കാൻ വലിയ പാടൊന്നും കാണത്തില്ല. പുറത്തല്ല, അകത്ത്. മിക്കവാറും വല്ല ക്രിമിനൽ കേസിലും പെട്ട് അവൻ ജയിലിലാവാനുള്ള സാധ്യതയുണ്ട്. രതീഷ് വീട്ടിൽ വന്നിട്ട് ജനൽ തുറന്നിട്ട് താക്കോലിനെ നോക്കുകയാണ്. താക്കോൽ എവിടെ പോയി? താക്കോൽ ഇത് ആരടിച്ചു മാറ്റി? കള്ളന്മാർ വല്ലതും അകത്തുണ്ടോ? അയലത്തെ വീട്ടിൽ ചോദിച്ചു നോക്കാം. അപ്പോഴാണ് രതീഷ് കേൾക്കുന്നത് വീട്ടിൻ്റെ അകത്ത് നിന്ന് പാത്രങ്ങളൊക്കെ താഴെ വീഴുന്നത്. അകത്താരോ ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ രതീഷ് തിരിഞ്ഞു വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. കള്ളന്മാർ അകത്തുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് കതകിനെ മുട്ടുകയാണ്. ഇത് തുറന്നത് പ്രകാശൻ്റെ അമ്മയാണ്. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? അവർ ഒരുതരം വെറുപ്പോടെയും പകയോടെയും രതീഷിനെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.